മമ്മൂക്കിനെ ഏത് ഔട്ട്ഫിറ്റിൽ കാണാനാണ് കുറച്ചുകൂടെ? മമ്മൂക്ക് എനിക്ക് ഇഷ്ടം കൂടുതൽ കാണാൻ കുർത്തയാണ്. കുർത്താസില് എനിക്ക് ഭീഷ്മപർവ്വത്തിലെ കുർത്തയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ലാലേട്ടനാണെങ്കിലോ? മുണ്ടും ഷർട്ട്. അത് എനിക്ക് തോന്നിയത് അങ്ങനെ അല്ലേ? ലാലേട്ടനെ പോലെ മുണ്ടിൽ ഇത്രയും ഭംഗിയുള്ള വേറൊരു നടനെ ഇല്ലില്ല, ഭയങ്കര ലുക്കാണ്. അതിന് ദുൽഖർ ആണെങ്കിൽ സ്യൂട്ട് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. ഈ ട്രെൻഡ് എവിടെ നിന്നായി വരുന്നത്? ആരാ ഈ ട്രെൻഡ് ഉണ്ടാക്കുന്നത്? ഇപ്പൊ സൽമാൻ ഖാൻ തന്നെ ഒരു ബൂട്ട് കട്ട് ഇട്ടാല് ഒരു സമയത്ത് കളിയാക്കിയവരാണ് ഇപ്പൊ അത് ഇട്ടോണ്ട് നടക്കുന്നത്. അതില്ലാണ്ട് പറ്റില്ല എന്നൊരു അവസ്ഥയിലോട്ട് അവര് പോലും വന്നിട്ടുണ്ട്. ഇനി വരുന്ന ഓൾഡ് മണി എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതായത് ലിനൻ വിത്ത് ലിനൻ. 2026 ഇനി ഭരിക്കാൻ പോകുന്ന ട്രെൻഡ് ആവാൻ പോകുന്ന സാധനം ഈ സ്ട്രൈറ്റ് ഫിറ്റ്സ് ആയിരിക്കും. ആസിഫ് അലിക്ക് അവസാന സമയത്ത് ഒരു ഇന്റർവ്യൂ ഫാഷൻ ഷോ ഒരു അവാർഡ് ഫംഗ്ഷൻ എന്നറിയില്ല, ഒരുപാട് ഫ്രീ പാൻസ് ആയിരുന്നു. മാത്രം കൂടുതൽ പേർക്ക് അത് തയ്ച്ചിട്ടില്ല. കൂടുതൽ പേർക്ക് ഇഷ്ടമായി. ഒരുപാട് ഇഷ്ടപ്പെട്ടവരുന്നുണ്ട്, അല്ലെങ്കിൽ തീരെ ഇഷ്ടപ്പെടാത്തവരുണ്ട്. സ്ലോലി അതിലോട്ട് ആൾക്കാർ അതിലോട്ട് എത്തിപ്പെടാൻ സമയമെടുക്കും. ഓൾമഡി കൺസെപ്റ്റ്, ആ ഒരു സ്ട്രൈറ്റ് ഫിറ്റ് വിത്ത് സ്ട്രൈറ്റ് ഫിറ്റ്, ഫ്രീ ഷർട്ട് ഫ്രീ പാൻറ്, ഇതായിരിക്കും ഇനി അപ്കമിങ് ഉണ്ടാവാൻ പോകുന്ന ഒരു പാൻറ്. നിങ്ങൾ ഈ കാസർഗോഡുള്ള പിള്ളേർക്ക് എവിടെ നിന്നാണ് ഇത്രമാത്രം അപ്ഡേറ്റഡ് ആയിട്ട് ഫാഷനിലിരിക്കാൻ പറ്റുന്നത്? എന്താ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ GP ചേട്ടന് വേണ്ടി ചെയ്തതാണ് ഏറ്റവും എക്സ്പെൻസീവ്. TV ഷോയ്ക്ക് വേണ്ടിയിട്ടാണോ? അല്ല, പുള്ളിയുടെ എൻഗേജ്മെന്റിന്. ആണോ? ഏകദേശം എത്ര രൂപയോളത് വന്നിട്ടുണ്ട്? അതൊരു 1 lakhിനടുത്ത്. ടെലിവിഷൻ ഷോസ് ഒക്കെ ചെയ്യുന്ന സമയത്തേ ഈ ആങ്കേഴ്സ് ഇടുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് കൊടുത്ത, അല്ലെങ്കിൽ അവർക്ക് കൊണ്ട് അവർ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ, പിന്നെ എന്താ അത് ചെയ്യാ? ആ ഡ്രസ്സുകൾ വിജയ് ദേവരകൊണ്ട ഒരു രക്ഷയില്ല. എന്താ പറയാ, ഞാൻ ഇതുവരെ എല്ലാ വിജയ് ദേവരകൊണ്ടയുടെ ഡ്രസ്സ് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ ലൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടം കൂടിയാണ് പുള്ളി. ഞാൻ പറഞ്ഞില്ലേ, ബൂട്ട് കട്ടിനെ അപമാനിച്ചവരാ. അത് എത്ര ഫ്രീ ആണോ എത്ര സന്തോഷം എന്ന് പറഞ്ഞോളൂ. ഇപ്പൊ ആ ഒരു അവസ്ഥയിലാണ്. കാരണം ഒന്നിനെ അപമാനിച്ചു വിടാനുള്ളതല്ല ഫാഷൻ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. അത്യാവശ്യം നമ്മൾ സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെലിബ്രിറ്റി ഇടുന്ന ഡ്രസ്സൊക്കെ നോക്കി അത് തന്നെ നമ്മൾ അനുകരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, +2 ഒക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ ഒരിക്കലെങ്കിലും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും എന്നാൽ പിന്നെ അങ്ങ് ഫാഷൻ ഡിസൈനിങ് നമ്മളങ്ങ് പ്രൊഫഷണൽ ആക്കിയാലോ എന്ന്. പക്ഷേ അതിൻ്റെ ഒരു സാധ്യത എത്രമാത്രം ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ടും, പിന്നെ അച്ഛനും അമ്മയും അതിലേക്ക് പോകാൻ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ടൊക്കെ നമ്മൾ ആ പാഷൻ അങ്ങ് മറന്നു പോയതായിട്ടുണ്ടാവാം. പക്ഷേ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നൊരു മേഖലയെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ ഐ ഹാവ് സംവൺ വെരി സ്പെഷ്യൽ. വി ഹാവ് a fashion designer, Farid Infinity. Hi. Welcome to the show. Thank you. Tell me, ഞാൻ ഈ ഒരു ഫാഷൻ ഡിസൈനറിനെ എപ്പോഴെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനെ ചോദിക്കണം എന്ന് തോന്നുന്നൊരു കുറേ ചോദ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റത്തെ ഒരു സംഭവമാണ്, അതായത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ബാഗി ഓവർ സൈസ്ഡ് കൊറിയൻ ലുക്കിലാണ്. ഇപ്പോൾ വേൾഡ് വൈഡ് എല്ലാവരും ആ ട്രെൻഡ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ട്രെൻഡ് എവിടെ നിന്നായി വരുന്നത്? ആരാ ഈ ട്രെൻഡ് ഉണ്ടാക്കുന്നത്? ഇതെങ്ങനെയാണ് ഇതൊരു ട്രെൻഡായി ലോകമെമ്പാടും മാറുന്നത്? എങ്ങനെയാണ് ആക്ച്വലി ഈ ട്രെൻഡ് ഉണ്ടാകുന്നത് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി അതൊരു റീസൈക്കിളാണ്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ബൂട്ട് കട്ട്, അതുപോലെ ഇപ്പോൾ നീ പറഞ്ഞ പോലെ ബാഗി ഒരു കൺസെപ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ബാഗിയും കഴിഞ്ഞിട്ട് ഓൾഡ് മണി എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് മാറിയിട്ടുണ്ട്. അത് എത്രമാത്രം ഇനി താഴത്തേക്ക് എത്താന്നുള്ളത് ഇനി അപ്കമിങ് മന്തിൽ അതുണ്ടാവും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഉണ്ടാവുന്നത് നോർമലി ഒരു റീസൈക്കിളാണ്. ആക്ച്വലി പഴയ പടങ്ങളോ പഴയ കാര്യങ്ങളോ നോക്കുമ്പോൾ നമ്മളതിൽ ഇപ്പോൾ സൽമാൻ ഖാൻ തന്നെ ഒരു ബൂട്ട് കട്ട് ഇട്ടാൽ ഒരു സമയത്ത് കളിയാക്കിയവരാണ് ഇപ്പോൾ അത് ഇട്ടുകൊണ്ട് നടക്കുന്നത്. അതില്ലാണ്ട് പറ്റില്ല എന്നൊരവസ്ഥയിലോട്ട് അവർ പോലും വന്നിട്ടുണ്ട്. കാരണം ഫാഷൻ എപ്പോഴും ഒരു റീസൈക്കിളാണ്. അത് നമുക്കൊരു ഇതെന്താ പറയുക, ഇത് അവസാനിക്കും അല്ലെങ്കിൽ ഇത് തുടരും എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല. ഇപ്പോൾ സ്ട്രൈറ്റ് ഫിറ്റ് വന്നു, സ്കിന്നി വന്നു, സ്ട്രൈറ്റ് ഫിറ്റ് വന്നു, ബാഗി വന്നു. ഇപ്പോൾ എൻ്റെ നാട്ടിലാണെങ്കിൽ ബാഗി പാൻസ് ഇപ്പോൾ അവൈലബിൾ അല്ല. ആക്ച്വലി ഇപ്പോൾ സ്ട്രൈറ്റ് ഫിറ്റ് പാൻറ്റേ അവൈലബിൾ ഉള്ളൂ. അതായത് ലിനൻ, കോട്ടൺ ലിനൻ വിത്ത് ബ്രൗൺ ഫ്രീ ഷർട്ട്. അതാണ് എൻ്റെ നാട്ടിൽ ഇപ്പോൾ പ്രസന്റ്ലി. കാസർഗോഡാണ്. അതാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പ് അങ്ങനെയാണ്. അപ്പോൾ ബൂട്ട് കട്ട് ഇപ്പോൾ കുറേശ്ശെ ബൂട്ട് കട്ട് ഇപ്പോൾ അവസാനിക്കും. അതിൻ്റെ ടൈം പീരീഡ് എന്ന് വെച്ചാൽ അത് പ്രഡിക്റ്റബിൾ അല്ല ഒരിക്കലും. അത് ചില സിറ്റുവേഷൻസ് ആണ്. ഇപ്പോൾ ഒരു ടൈം പീരീഡ് ഇപ്പോൾ ഫിക്സഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ പോലും അതിൻ്റെ അവസാനത്തിൽ ഇപ്പോൾ ഇനി വരുന്ന ഓൾഡ് മണി എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് ലിനൻ വിത്ത് ലിനൻ ഒരുപാട്. അതായത് നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഇതിനൊക്കെ ആയാൽ പോലും ആൾക്കാർക്ക് വേണ്ടത് ആ സാധനം മാത്രമേ ഉള്ളൂ. ഒരു ഗ്രേ പാൻറ്റും ബ്രൗൺ ഷർട്ടും. ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ വരുന്നത് ഡ്രസ് കോഡ് പോലെ ഒറ്റ ഫോക്കസാണ്.
പിന്നെ സ്ലോലി അതിലുള്ള കളർ ചേഞ്ചസ് കാര്യങ്ങൾ, അതായത് ഇപ്പം അത്രമാത്രം അവൈലബിൾ ആണ്. പണ്ടത്തെ പോലെയല്ല, നമ്മളെക്കാളും കൂടുതൽ ചിലപ്പോൾ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയൻസിന് നോളജ് കൂടുതലായിരിക്കും. അത് വെച്ച് നോക്കുമ്പോൾ ട്രെൻഡ് എങ്ങനെയാണ് വരുന്നത് പോലും നമുക്ക് പോലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മാത്രം നമ്മളത് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണം. മുമ്പത്തെ പോലെയല്ല, വെരി ഫാസ്റ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞല്ലോ പിന്നെ നിങ്ങളുടെ നാട്ടിലേക്ക് ഇപ്പോൾ പോകുന്നത് സ്ട്രെയിറ്റ് ഫിറ്റ്. അപ്പോൾ ഞാൻ ചോദിക്കും, 2025 അവസാനം അല്ലെങ്കിൽ 2026 ഇനി ഭരിക്കാൻ പോകുന്ന ഇവിടെ ട്രെൻഡ് ആവാൻ പോകുന്ന സാധനം ഈ സ്ട്രെയിറ്റ് ഫിറ്റ്സ് ആയിരിക്കുമോ? സ്ട്രൈറ്റ് ഫിറ്റ്സ് ആവാനാണ് ചാൻസ്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ആസിഫ് അലിക്ക് അവസാന സമയത്ത് ഇതൊരു ഇൻ്റർവ്യൂ ഫാഷൻ ഷോ ഒരു അവാർഡ് ഫംഗ്ഷൻ എന്നറിയില്ല, ഒരുപാട് ഫ്രീ പാൻസ് ആയിരുന്നു. മാത്രം കൂടുതൽ പേർക്ക് അത് തയ്ച്ചിട്ടില്ല, കൂടുതൽ പേർക്ക് ഇഷ്ടമായി. ഒരുപാട് ഇഷ്ടപ്പെട്ടവരുന്നുണ്ട്, അല്ലെങ്കിൽ തീരെ ഇഷ്ടപ്പെടാത്തവരുണ്ട്. സ്ലോലി അതിലോട്ട് ആൾക്കാർ അതിലോട്ട് എത്തിപ്പെടാൻ സമയമെടുക്കും. ഇനി എൻ്റെ ഒരു കാഴ്ചപ്പാട് ആണെങ്കിൽ ഓൾമഡി കൺസെപ്റ്റ്, ആ ഒരു സ്ട്രൈറ്റ് ഫിറ്റ് വിത്ത് സ്ട്രൈറ്റ് ഫിറ്റ്, ഫ്രീ ഷർട്ട് ഫ്രീ പാൻ, ഇതായിരിക്കും ഇനി അപ്കമിങ് ഉണ്ടാകാൻ പോകുന്ന ഒരു പാറ്റേൺ. ആണോ? ഓക്കെ, തീർച്ചയായിട്ടും. ഇതെങ്ങനെയാ പറയുക, ഇതാണ് അങ്ങനെയല്ല, ഫിക്സഡ് എന്നല്ല പറയുന്നത്. എൻ്റെ ഒരു ഫോക്കസ്, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആൾക്കാർ ഇപ്പോൾ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു കൺസെപ്റ്റിലോട്ട് തന്നെ പോകുന്നത്. ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ല, അതുപോലെ ഒരു റീസൈക്കിളാണ്. ഇപ്പോൾ നോർമലി ഇനിയിപ്പോൾ സ്ട്രൈറ്റ് ഫിറ്റിലോട്ട് പിന്നോട്ട് പോകാം, അതിപ്പോൾ സ്ട്രൈറ്റ് ഫിറ്റിലോട്ട് പിന്നോട്ട് പോകാം. പിന്നെ സ്കിന്നി എന്നുള്ള കൺസെപ്റ്റ് പിന്നെയും ആൾക്കാരിൽ അതിലോട്ട് എത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ പോലും ഒരു ഫ്രീ എന്തിട്ടാലും ലൂസ് മതി, വേസ്റ്റ് മാത്രം കറക്റ്റ് ആയാൽ മതി, മൊത്തത്തിൽ ലൂസാണ് എനിക്ക് വേണ്ടത്. ഇതിലോട്ടാണ് ഇപ്പോൾ പബ്ലിക്കിൻ്റെ ഒരു മെൻറ്റാലിറ്റി അതാണ്. അതല്ലാതെ ഒരു പൊടിക്ക് ലൂസ് പാൻറ് ഇട്ടില്ലെങ്കിൽ അതിനി ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊരു കൺസെപ്റ്റിലോട്ടാണ് ചിന്ത വരുന്നത്. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ഏതാ? ഇതുവരെ ചെയ്തതിൽ ഏറ്റവും എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ ജി പി ചേട്ടന് വേണ്ടി ചെയ്തതാണ് ഏറ്റവും എക്സ്പെൻസീവ്. TV ഷോയ്ക്ക് വേണ്ടിയിട്ടാണോ? അല്ല, പുള്ളിയുടെ എൻഗേജ്മെന്റിന്. ആണോ? ഏകദേശം എത്ര രൂപയോളത് വന്നിട്ടുണ്ട്? അതൊരു 1 lakhിനടുത്ത്. കുർത്തയായിരുന്നോ? ഷെർവാണി. 1 lakhിനടുത്തുള്ള ഷെർവാണി. 1 lakhിനടുത്തായിരുന്നു. ഓ, അത് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ജി പി ചേട്ടൻ എന്ന് വെച്ചാൽ എന്നോട് വളരെ ക്ലോസ് ആണ്. പുള്ളിക്ക് പ്രൊഡക്റ്റ് കാണുന്നില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ നല്ല രീതിയിൽ ടെൻഷനായിരുന്നു ആദ്യത്തെ 1 വീക്കൊക്കെ. എന്തിൽ ചെയ്യാം, എങ്ങനെ ചെയ്യാം. സത്യം പറഞ്ഞാൽ ജി പി ചേട്ടൻ ചെയ്ത സാധനം ഷെർവാണി മെറ്റീരിയൽ പോലും ആയിരുന്നില്ല, ഒരു നോർമൽ ഒരു സ്യൂട്ടിങ് ആയിരുന്നു. മാത്രം അത് ചെയ്യുമ്പോൾ ഒരുപാട് ഒബ്ജെക്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറഞ്ഞു, നീ ചെയ്യുന്നത് ജീപ്പിക്കാണ്, ഈ ഷൂട്ടിങ്ങിൽ ചെയ്താൽ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ മൊത്തം പോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു വിശ്വാസം ഇതുവരെ എന്നെ എത്തിച്ചത് എൻ്റെ ഒരു വിശ്വാസം മാത്രമാണ്, എനിക്കത് നല്ല രീതിയിൽ കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിലൂടെ ചെയ്ത ഹാൻഡ് വർക്കിനാണ് പേയ്മെൻറ്റ് കൂടുതൽ. ഇതൊരു ബേസിക് റേറ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ ഹാൻഡ് വർക്കിനാണ് ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് അതിൽ വന്നത്. ജി പി ചേട്ടനും വളരെ ഹാപ്പി ആയിരുന്നു. ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഹാപ്പി ആയിരുന്നു പുള്ളിയുടെ ഔട്ട്ഫിറ്റിൽ. എനിക്ക് പേഴ്സണലി ഒരുപാട് താങ്ക്സും എന്തൊക്കെയാ പറയുക, എല്ലാ രീതിയിലും പുള്ളി ഹാപ്പി ആയിരുന്നു. ഓക്കെ, ഇനി ഞാൻ കുറച്ച് സെലിബ്രിറ്റീസിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാലേ, അതായത് അവരുടെ ഒരു ബോഡി ടൈപ്പിനും അവരുടെ ഒരു ബോഡി ഷേപ്പിനും സ്ട്രക്ചറിനും ഒക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഔട്ട്ഫിറ്റ് ഏതാണെന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞു നോക്കാം. ഇനിയിപ്പോ അവരുടെ ഫാൻസ് ഇപ്പോ പക്ഷേ താങ്കൾക്ക് അവരെ ഏത് ഔട്ട്ഫിറ്റിൽ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് ഏതായിരിക്കും? എന്റെ കാഴ്ചപ്പാടാണെന്ന് കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ആദ്യത്തെ ആള് മമ്മൂക്കയാണ്. മമ്മൂക്കിനെ ഏത് ഔട്ട്ഫിറ്റിൽ കാണാനാണ് കുറച്ചുകൂടെ? മമ്മൂക്ക എനിക്ക് ഇഷ്ടം കൂടുതൽ കാണാൻ കുർത്തയാണ്. കുർത്താസില് ആണോ? മമ്മൂക്കിനെ കുർത്തയിൽ ഇതുവരെ അങ്ങനെ കാര്യമായിട്ട് കണ്ടിട്ടില്ല. എനിക്കറിയില്ല, എനിക്ക് ഭീഷ്മപർവ്വത്തിലെ കുർത്തയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഞാനൊരു കുർത്ത ഫാനും കൂടിയാ. എൻ്റെ എല്ലാ പെരുന്നാളിലും ഞാൻ കുർത്ത ഇട്ട് പൊട്ടിക്കാറുള്ളൂ രാവിലെ ഫോട്ടോ. ഒരു കുർത്ത ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ലാലേട്ടനാണെങ്കിലോ? മുണ്ടും ഷർട്ടും. അത് എനിക്ക് തോന്നിയത് അങ്ങനെ അല്ലേ, ലാലേട്ടനെ പോലെ മുണ്ടിൽ ഇത്രയും ഭംഗിയുള്ള വേറൊരു നടനെ ഇല്ലില്ല, ഭയങ്കര ലുക്കാ പുള്ളി. ഇനി ഇപ്പോൾ പൃഥ്വിരാജ് ആണെങ്കിൽ ഏത് ഔട്ട്ഫിറ്റിലായിരിക്കും? പൃഥ്വിരാജ് ആണെങ്കിൽ കുറച്ചൊരു കൺഫ്യൂഷൻ ആണ്. എന്നാൽ പോലും ഞാൻ പറയും കുർത്ത തന്നെ ഞാൻ പറയുള്ളൂ. ആണോ? കടുവ, അച്ചായൻ ഒക്കെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ചിലപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമാവണമെന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് കുർത്തയിൽ കാണുമ്പോൾ കുറച്ചും കൂടി മറ്റു ഡ്രസ്സിനേക്കാളും ഒരു, ഞാൻ പറയില്ലേ, കടുവയിലെ സീനൊക്കെ അല്ലെങ്കിൽ ആ ഒരു സാധനങ്ങളൊക്കെ. അതേപോലെ നമ്മുടെ മറ്റേ പടം ഉണ്ടല്ലോ, നമ്മുടെ ഇയാളെ കൂടെ അഭിനയിച്ച ബിജു മേനൻ്റെ കൂടെ അഭിനയിച്ച അയ്യപ്പൻ കോശി, അതിലും കുർത്തയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. എന്നാലും ഒരു മാൻലി ലുക്ക് ആ ഒരു സാധനം ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ കുർത്തയിൽ. അതെ. അതിന് ദുൽഖർ ആണെങ്കിൽ സ്യൂട്ട് പിന്നെ ഓൾഡ് മണി ഇപ്പോൾ പ്രസന്റ്ലി പുള്ളി പോകുന്ന സ്റ്റൈല് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ദുൽഖറിന്
ഫോമൽസ് ഭയങ്കരമായിട്ട് ചേരുന്നു തോന്നിയിട്ടുണ്ട്. അതായത് പുള്ളി ഇഞ്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് സാധനമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതെ അതെ ഭയങ്കര. പിന്നെ എനിക്ക് വന്നത് പുള്ളിയോട് എക്സ്ട്രാ ഒരു ഇഷ്ടം കൂടി ഉണ്ടല്ലോ, എല്ലാം കൂടി മിക്സായി വരുമ്പോൾ അതങ്ങനെ ഉണ്ട്. സൈക്കോളജിക്കലി അങ്ങനെ ഉണ്ട്. ഒരാളുടെ നല്ല രീതിയിൽ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ എല്ലാ സെലിബ്രിറ്റിനും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ അവരുടെ എല്ലാ ഡ്രസ്സും ഭയങ്കരമാണെന്ന് പറയും. ഇനി അവരുടെ ഡ്രസ്സാണ് ക്ലൈൻറ്റിന് കാണിക്കുന്നത് പെട്ടെന്ന് പിക്ക് ചെയ്യും. അത് അവരോടുള്ള ഫാൻസ് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് അവരോടുള്ള ഇഷ്ടം കൂടി മിക്സ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ ഡ്രസ്സ് അതിനേക്കാളും ഇഷ്ടമാവുന്നുണ്ട് പെട്ടെന്ന്. ഓക്കെ. ടൊവിനോ ആണെങ്കിലോ? ടൊവിനോ ആണെങ്കിലും സ്യൂട്ട് കുർത്ത. സ്യൂട്ടും കുർത്തയും വിട്ട് നമുക്കൊരു കളിയില്ലേ? അല്ല ശരിക്കും സ്യൂട്ടും കുർത്ത വെച്ചാൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, കണ്ടതിൽ വെച്ചിട്ട് ഫോമൽസ് ഒന്നും പറയുന്നതിൽ എല്ലാം ഓക്കെയാണ്. ഞാൻ പറഞ്ഞില്ല എല്ലാം ഓക്കെ ആണെങ്കിൽ പോലും സ്യൂട്ടും കുർത്തയൊക്കെ പൊളിയായി കാണുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസനെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടാക്കുന്നത് മുണ്ടും ഷർട്ടിലാണ് ഈയിടെ കാലത്തായിട്ട്. ധ്യാൻ ശ്രീനിവാസന് നന്നായിട്ട് തോന്നുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബോഡി ടൈപ്പുള്ള ഒരു ആക്ടർക്ക് ഏറ്റവും നന്നായിട്ട് ചേരുന്ന ഔട്ട്ഫിറ്റ് എന്താ? എൻ്റെ കാഴ്ചപ്പാടിൽ മുണ്ടും ഷർട്ടും തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പുള്ളിക്ക് വേണ്ടി ഞാൻ ചെയ്തിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. അതിൽ ചെയ്തായിരുന്നു തോന്നുന്നു. ധ്യാൻ ശ്രീനിവാസന് ആ തുടക്കമംഗലത്തിൽ ചെയ്തിട്ടുണ്ട്. ആണല്ലേ? അതിലുണ്ടല്ലേ? മനസ്സിലായി. ചെയ്തിരുന്നു. അതിലോട്ട് തന്നെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ചെയ്തായിരുന്നു. അതെ അതെ അതെ. അസ്ഥാനത്താണോ ചോദിക്കുന്നത് എനിക്കറിയത്തില്ലേ, പക്ഷേ എനിക്കൊരു ഡിസൈനർ കിട്ടുമ്പോൾ ചോദിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് ചേരുന്ന ഡ്രസ്സ് എന്താ? എനിക്കെല്ലാം ചേരുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ കണ്ടതിൽ വെച്ചിപ്പോൾ ലുക്കാണ് കറക്റ്റ്. ഞാൻ പറഞ്ഞില്ലേ ഫിസിക്ക് നൈസാണ്, സ്കിൻ ടോൺ നൈസാണ്, എന്ത് പ്രൊഡക്റ്റും ചേരാകില്ല. ഏറ്റവും ബെറ്ററായി ചൂസ് ചെയ്യുക എന്ന ടെൻഷൻ മാത്രമേ തോന്നാൻ പാടുള്ളൂ. കാരണം ഒന്നും ചേരില്ല എന്ന് പറയാൻ പറ്റിയ ഒരു ഫിസിക്കല്ല. പൊളിയാണ്, കുഴപ്പമില്ല. അതെ, ഇത് കേൾക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. ഓക്കെ. ഇനി ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിക്ക്, അതായത് ഈ സെലിബ്രിറ്റിക്ക് എപ്പോഴും നമ്മൾ കാണുന്ന ഒരു അറ്റാര് ഇതാ, ഇതിൽ നിന്ന് മാറി ഇങ്ങനെ ഒരു മേക്ക് ഓവർ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിപൊളിയായി ആയിരിക്കുമെന്ന് തോന്നിയിട്ടുള്ള ആരെങ്കിലും ഏതെങ്കിലും സെലിബ്രിറ്റി ഉണ്ടോ? എൻ്റെ മൈൻഡിൽ പ്രത്യേകിച്ച് ഫോക്കസിങ് ഇല്ല. എന്നാൽ പോലും ദിലീപേട്ടനൊക്കെ നമുക്ക് ഒന്നും കൂടി ഈ ഒരു കുറച്ചും കൂടി എന്താ പറയുക, ഓൾ മണി എന്നുള്ള വൺ കൺസെപ്റ്റോ ആ ഒരു പാറ്റേണിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പുള്ളി ഒരു കുറച്ചും കൂടി സെറ്റാണ് എല്ലാം കൊണ്ടും. എന്നാൽ പോലും ആ ഒരു രീതിയിലോട്ട് പോയിക്കൂടെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുപാട് TV ഷോസ് ചെയ്തിട്ടുള്ള ആളല്ലേ? അപ്പോൾ ഞാൻ റെഫർ ചെയ്തപ്പോൾ ഇപ്പോൾ ഒരു ചിരി താങ്കളാണ് ചെയ്തത് എങ്കിലും എന്നോട് പറ, ഇപ്പോൾ ഈ ചാനലിൽ താങ്കളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബസിംഗ GPക്ക് വേണ്ടിയിട്ട് താങ്കളാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഒരുപാട് TV ഷോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ സാധാരണക്കാർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ TV ഷോ ഇപ്പോൾ അവരുടെ സെറ്റിൽ ഒരു കളർ ഉണ്ടായിരിക്കും അല്ലേ? പക്ഷെ ആ സെറ്റിന് അപ്പോൾ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഡിസൈൻ ചെയ്യുക. ഇപ്പോൾ ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സ് ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ ആർട്ടിസ്റ്റിന് ആ കളറിനോട് യോജിപ്പുണ്ടായിരിക്കാം. അപ്പോൾ TV ഷോസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക? എന്താ അതിൻ്റെ ചാലഞ്ച് TV ഷോസ് ചെയ്യുമ്പോൾ? TV ഷോസ് ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് സ്റ്റിൽ സ്റ്റാൻഡിങ് ആയിരുന്നു. ആദിൽ ഇബ്രാഹിമിൻ്റെ സ്റ്റിൽ സ്റ്റാൻഡിങ് ആയിരുന്നു, അറിയാമല്ലോ, മഴവിൽ മനോരമയ്ക്ക്. അപ്പോൾ എനിക്കൊന്നും അറിയില്ല, ഇങ്ങനെ ഇങ്ങനെ അതൊക്കെ ആർട്ടിസ്റ്റ് ആയിരുന്നു ശരിക്കും ആദ്യം. അതിൽ തൊട്ട് അത് കഴിഞ്ഞ് ഒരു 1 month 2 month കഴിഞ്ഞാണ് പിന്നെ അവർ എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. പുള്ളിക്ക് അവർക്ക് ഇഷ്ടമായി, പ്രൊഡക്റ്റ് ഇഷ്ടമായി. പിന്നെയാണ് അവർ എന്നെ അപ്രോച്ച് ചെയ്തിട്ട് മറ്റുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നത്. അപ്പോൾ പിന്നീടാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം അത് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പ്രൊഡക്ഷൻ ഇതിൽ ഞാനുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സന്തോഷ് എന്നുള്ള എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. പുള്ളി മനോരമയിൽ തന്നെ ഒരുപാട് വർഷമായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇതിലൊരു പ്രൊഡ്യൂസർ ഉണ്ടാവും. അപ്പോൾ ആ പ്രൊഡ്യൂസറും ഇവരൊക്കെ നമ്മൾ ഒന്നിച്ചൊരു ടീമായിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ കളർ പാലറ്റ് എന്തായാലും ഉണ്ട്. ഇന്ന കളർ ഇതിൽ ഉപയോഗിക്കേണ്ട എന്നുള്ളത് കൺഫേം ആണ്, അതിൽ പറയും. പിന്നെ രണ്ടാമത്തെ കാര്യം മോഡൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതിൽ നമ്മുടെ വെങ്കിടേഷ്, ഡെയിൻ ഡേവിസ്, അങ്ങനെ കാർത്തിക് സൂര്യ, ഒരുപാട് പേര് എല്ലാ തരത്തിലുണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് അപ്പോൾ അതിൽ എങ്ങനെ മാച്ച് ആവുന്ന വെച്ചാൽ അവർക്ക് എന്ത് പ്രൊഡക്റ്റ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് സജസ്റ്റ് ചെയ്യാം. പ്രൊഡ്യൂസറാണ് ലാസ്റ്റ് അപ്രൂവൽ ചെയ്യാം. അപ്പോൾ ഏത് കളറാന്നുള്ളതും ആദ്യം തന്നെ പറയും. പിന്നെ അതിൽ യങ്ങസ്റ്റ് ആണെങ്കിലും പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ പ്രോഗ്രാം എന്താണെന്നുള്ളത് ആദ്യം ഫോക്കസ് ചെയ്യണം. വുഡൻ എന്നുള്ള വരി എൻജോയ് ആയിട്ടുള്ള ഒരു സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ കളർ പാലറ്റ് ഉണ്ട്. പിന്നെ അതിൽ ഫീമെയിൽ ഉണ്ടെങ്കിൽ ഫീമെയിലിന് കോംബോ വേണം. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനില്ല എന്ന് ഒരിക്കലും പറയില്ല. ഒരുപാട് ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമ്മളത് എക്സ്പീരിയൻസ് ആയി വരുമ്പോഴാണല്ലോ ഇപ്പോൾ അതിലോട്ട് അതിൻ്റെ ഒരു പീക്ക് സ്റ്റേജിലെത്തുക. ഇപ്പോൾ പ്രസൻ്റ്ലി വളരെ
നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആദ്യത്തേക്ക് ഒരുപാട് സമയത്ത് നല്ല റിസ്കി ആയിരുന്നു, മാറി അടിച്ചു പോവുക. ഗ്രീന് വേണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആദ്യം ഗ്രീൻ തന്നെ ആയിരിക്കും അടിച്ച് വെച്ചേക്കുക, മറന്നു പോയിട്ടൊക്കെ ഉണ്ടാവും. അത് വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. ആദ്യമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നല്ല രീതിയിലാണ് ഹാൻഡിൽ ചെയ്യുക. നല്ല രീതിയിൽ വെച്ചാൽ നമ്മളെ എക്സ്പീരിയൻസ് കൂടുന്തോറും നമ്മൾ ആ ഇതിലോട്ട് എത്തുമല്ലോ, അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ ടെലിവിഷൻ ഷോസ് ഒക്കെ ചെയ്യുന്ന സമയത്തേ ഈ ആങ്കേഴ്സ് ഇടുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് കൊടുത്ത, അല്ലെങ്കിൽ അവർക്ക് കൊണ്ട് അവർ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ പിന്നെ എന്താ അത് ചെയ്യുക? ആ ഡ്രസ്സുകൾ നിങ്ങൾ തന്നെ തിരിച്ചു ഞാനും ആദ്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നത് ഇത്ര ഡ്രസ്സ് ഇവരെന്താ, ഞാനും പേഴ്സണലി ആലോചിച്ചായിരുന്നു. ശരിക്കും അതൊരു ഒരു സ്റ്റുഡിയോ തന്നെ സൂക്ഷിക്കും കൂടുതലും, സ്റ്റുഡിയോയിൽ തന്നെ അവിടെ തന്നെ സൂക്ഷിക്കുള്ളൂ. അതെ, അതൊരു അസറ്റ് പോലെ ഉണ്ടാവും. പിന്നെ അവർ ഇൻ കേസ് എന്തെങ്കിലും വേറെ ആവശ്യത്തിനൊക്കെ വരുമ്പോൾ അത് കോംബോ പാക്ക് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത്ര പ്രസന്റ്ലി അത്രയും അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിലോട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഒരു അഡ്ജസ്റ്റ്മെന്റ്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഇപ്പൊ ചിലരുടെ ഒക്കെ സൈസിനായിരിക്കുമല്ലോ അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവും. ബ്ലൗസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ വേറൊരാൾക്ക് അപ്പൊ പിന്നെ അത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ബ്ലൗസിനെ കുറിച്ച് എനിക്കറിയില്ല. മാത്രം സ്യൂട്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ഒരുപാട് തൂങ്ങിക്കെടുക്കുന്നത് കാണാം. മാത്രം അത് ശരിക്കും അവർ വേറെ കാര്യങ്ങൾക്ക് റീയൂസ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കത് അതിലൊരുപാട് നോളജ് ഇല്ല. അത് പക്ഷേ ഡിസൈനർക്കോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്കോ കൊടുത്തയക്കില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. അവർക്ക് ഇനി ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി ആർട്ടിസ്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് മീൻസ് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യും. എന്നിട്ട് അവർ ആ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടമായെന്ന് പറയും. ഒരുപാട് ആൾക്കാർ ഉണ്ട് പ്രസൻ്റ്ലി ആണെങ്കിലും. ഇപ്പോൾ കാർത്തിക് സൂര്യ ആണെങ്കിലും, കോട്ടൺ നസീർ ആണെങ്കിലും, സാബു ചേട്ടനാണെങ്കിലും, എടാ ഇത് എനിക്ക് ഇഷ്ടമായെന്ന് പറയും. അപ്പോൾ ആ സെറ്റ് ഒരിക്കലും അത് എടുക്കാൻ പറ്റില്ല. ചാനലിലെ സാധനങ്ങളോ അവർക്ക് പോലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്നത്, അതായത് ഇട്ടിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടാ ഇതുപോലൊരു സംഭവം എനിക്ക് വേണം എന്ന് പറഞ്ഞ ഏതെങ്കിലും ആർട്ടിസ്റ്റുകളുടെ കോസ്റ്റ്യൂംസ് ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പം ലാസ്റ്റ് വീക്ക് ആണെങ്കിലുണ്ട്. പിന്നെ അർമാനി അറിയാലോ, അർമാനി മെറ്റീരിയൽ ഭയങ്കര ഫേമസ് ആണ്. അർമാനി മെറ്റീരിയൽ കോംബോ ഷർട്ടും പാൻറ്റും കോംബോ ചെയ്തിട്ട് സാബു ചേട്ടനും എല്ലാവരും, മറ്റേ ബിബിൻ ജോർജ്, എല്ലാവർക്കും അത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ റീസ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെയാണ്. കുർത്തയായിരുന്നോ? ഷർട്ട്. ഞാൻ കഴിഞ്ഞ തവണ ഇതുപോലെ ഒരു പോഡ്കാസ്റ്റിൽ സ്റ്റെഫി സേവിയറിനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ സ്റ്റെഫി സേവിയറിനോട് ഇങ്ങനെ ചോദിച്ചിട്ട്, ഇങ്ങനെ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ട് സ്റ്റൈലിൽ കോസ്റ്റ്യൂംസിലൊക്കെ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്ന സെലിബ്രിറ്റീസിന്റെ പേര് പറയാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ ദുൽഖറിന്റെ, അതുപോലെ തന്നെ ആസിഫ് അലിയുടെ പേരൊക്കെ പറഞ്ഞിരുന്നു. ഇതുപോലെ ഫരീദ് ഇങ്ങനെ നോക്കിക്കാണുന്ന, അതായത് അപ്ഡേറ്റഡ് ആണ് എന്ന് കുറേയൊക്കെ നമുക്കും പഠിച്ചിട്ടുള്ള അങ്ങനെ ഒരു സെലിബ്രിറ്റിയുടെ പേര് പറയാൻ പറഞ്ഞാൽ ആദ്യം പറയുന്ന പേര് ആരുടെ ആയിരിക്കും? കോസ്റ്റ്യൂംസിന്റെ കാര്യത്തിൽ വിജയ് ദേവർകൊണ്ട ഒരു രക്ഷയില്ല. എന്താ പറയാ, ഞാൻ ഇതുവരെ വിജയ് ദേവർകൊണ്ടയുടെ ഡ്രസ്സ് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ ലൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടം കൂടിയാണ് പുള്ളി. എനിക്ക് പേഴ്സണലി എന്താ പറയുക, എന്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും പോസ്റ്റ് ചെയ്യുന്ന സ്റ്റൈൽ പോലെ ആണെങ്കിലും വല്ലാത്ത രക്ഷയില്ലാത്ത ലുക്കിലാണ് പുള്ളി ഹാൻഡിൽ ചെയ്യുക. ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡില്ലേ ദാറ്റ്, അല്ലെങ്കിൽ ഇതുവരെ വന്നാക്കുന്ന ട്രെൻഡുകളിൽ എപ്പോഴും താങ്കൾക്ക് എപ്പോൾ വേണമെങ്കിലും അണിയാൻ പറ്റുന്നൊരു ഇഷ്ടമുള്ളൊരു ട്രെൻഡും, അല്ലെങ്കിൽ ചില ട്രെൻഡുകൾ ഇഷ്ടമല്ലാത്തതും ഉണ്ടാവുമല്ലോ. എനിക്ക് ലോ വേസ്റ്റ് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നാരോ ഫിറ്റും എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അതുപോലെ തനിക്ക് ഇഷ്ടമുള്ളൊരു ട്രെൻഡും ഇഷ്ടമില്ലാതിരുന്നൊരു ട്രെൻഡും ഏതാ ചോദിച്ചാൽ ഏതാ പറയാം? പ്രസന്റ്ലി അല്ല, നോർമലി ഇഷ്ടമില്ലാത്തതായിട്ടൊന്നുമില്ല. നമുക്കൊരാൾക്ക് എന്താണോ മാച്ച് ആവുന്നത് അത് ഇടുന്നതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം ഒന്നും മാച്ച് ആവില്ല എന്നുള്ള രീതിയിൽ ഉണ്ടാവാം. മാത്രം ആ ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള അതിലാ കാര്യങ്ങൾ. പിന്നെ 5 സ്ലീവ് ഇറങ്ങിയത് ഭയങ്കര പൊളിയായിരുന്നു. അതിന് അളവ് തെറ്റിയടിച്ചാൽ പോലും അത് ഇട്ട് നടക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥ ഉള്ള പോലെ 5 സ്ലീവ് എനിക്ക് ക്യൂബൻ കോളർ 5 സ്ലീവ് അത് ഇനിയിപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ, പക്ഷേ ക്യൂബൻ കോളർ എന്താ, രണ്ടും ഒരേപോലെ ചെറിയ വേരിയേഷൻസേ ഉള്ളൂ. ക്യൂബനാണ് 5 സ്ലീവ് ആണ്. അത് 5 സ്ലീവ് എന്ന് വെച്ചാൽ ഡൗൺ ഷോൾഡർ ആയിട്ട് വരാം. ക്യൂബൻ കോളർ എന്ന് വെച്ചാൽ ഈ ഒരു സ്യൂട്ടിന്റെ ഫ്ലാപ്പ് ഉണ്ടാവില്ലേ, അത് ക്യൂബൻ കോളർ എന്ന് പറയാം. അത് പിന്നെ കൂടുതലും ഈ ഷോൾഡർ കുറവുള്ള ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഷർട്ട് തയ്ക്കുമ്പോൾ, ഒരു എന്തോ പോലെ കാണുന്ന അവസ്ഥ. അവർ വന്നിട്ട് 5 സ്ലീവ് ആണ് കണ്ടിന്യൂ ഇടുന്ന ഒരവസ്ഥയെങ്കിൽ അവർക്ക് അതിനേക്കാളും ഭംഗി തോന്നാറുണ്ട്. എനിക്കിപ്പോൾ പേഴ്സണലി കാണുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ഇഷ്ടമില്ലാത്ത അങ്ങനെ ഒന്നുമില്ല, ഇഷ്ടമില്ലാത്ത ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തതായിട്ട് ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആരും കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. ഔട്ട്ഡേറ്റഡ് എന്ത് കണ്ടാലും. മാത്രം നാളെ ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള പറഞ്ഞ പോലെ നാളെ അതിലൂടെ നമുക്ക് പോയേക്കാം. ഞാൻ പറഞ്ഞല്ലോ ബൂട്ട് കട്ടിനെ അപമാനിച്ചവരെ അത് പോരട്ടെ, എത്ര ഫ്രീ ആണോ എത്ര സന്തോഷം എന്ന് പറഞ്ഞോളൂ. ഇപ്പോൾ ആ ഒരു അവസ്ഥയിലാണ്.
ഓക്കെ. കാരണം ഒന്നിനെ അപമാനിച്ചു വിടാനുള്ളതല്ല ഫാഷൻ. ഫാഷൻ എന്ന് വെച്ചാൽ അത് ഒരിക്കലും എന്തായാലും അത് തിരിച്ചു വരും, ആ ഒരവസ്ഥ. ഇപ്പൊ ബാഗി ആണല്ലോ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ബാഗി ജീൻസിന്റെ കൂടെ ഏറ്റവും നന്നായിട്ട് പോകുന്ന ഒരു ഷൂ ഏതാ? ബൂട്ട്സ് ആണ്. ബൂട്ട്സ് തന്നെയാണ്. ബൂട്ട്സ് ആണ്. നമ്മൾ പാൻറ് ഫ്രീ ആവും തോറും നമ്മുടെ ഷൂസിന്റെ സൈസ് കുറഞ്ഞ് ഫീൽ ചെയ്യും. മനസ്സിലായില്ലേ? കാല് ചിലപ്പോൾ 8 സൈസ് ആണെങ്കിൽ പാൻറ്റിന്റെ സൈസ് ചിലപ്പോൾ ഇങ്ങനെ ബലൂൺ പോലല്ലേ ഉണ്ടാവുക. അപ്പോൾ പാൻറ്റും ഷൂസും കണക്റ്റഡ് ആവില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഷൂസ് കുറച്ച് വലിപ്പമാണെങ്കിൽ അത് ബൂട്ട്സിലോട്ട് തന്നെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ബൂട്ട്സ് ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയി കളിക്കുന്നുള്ളതും ഷൂസിന്റെ കാര്യത്തിൽ. ഈ ഡിസൈനിങ് ചെയ്ത വർക്ക്സിന്റെ കാര്യത്തിൽ നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ വാവ് എന്ന് പറഞ്ഞ സാധനങ്ങളിലൊന്നായിരിക്കണം ഇപ്പൊ വിജയ് സേതുപതിക്ക് ഡിസൈൻ ചെയ്ത ഒരു മൊമെന്റ് അല്ല. ആ കോസ്റ്റ്യൂമിനെ പറ്റി ബ്രീഫ് ചെയ്യാൻ പറഞ്ഞാൽ അതിന്റെ മെമ്മറി എന്താ? അതിനൊരു ഇനാഗുറേഷൻ ആയിരുന്നു. ആക്ച്വലി ഒരു ഇനാഗുറേഷൻ ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ടായിരുന്നു റോഷൻ ആൻഡ്രോയ് എന്നുള്ളത്. പുള്ളി ആക്ട്രസ് ആണ്, ഡിസൈനറാണ്. അപ്പോൾ പുള്ളി മെൻസിൻ്റെത് ചെയ്യുന്ന കുറച്ച് കുറവാണ്. അപ്പോൾ എന്നെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു വിജയ് സേതുപതി സാറിന് ഷർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആർക്ക്, ഒന്നും കൂടി ചോദിച്ചു ആർക്കാ ചെയ്യണമെന്ന് ചോദിച്ചു. വിജയ് സേതുപതി കറക്റ്റാണ്, ഉള്ളത് തന്നെയാണ്. അങ്ങനെ പുള്ളിക്ക് ഞാനൊരു പ്രൊഡക്റ്റ് ചെയ്തു. കാരണം അപ്പോൾ ഒരു ത്രെഡ് വർക്ക്സ് ട്രെൻഡായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പുള്ളി ഇടാൻ എന്താന്ന് പോലും ഒരു ഐഡിയ ഇല്ല ബ്രോ, നീ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഷർട്ട് ആണോ സ്യൂട്ട് വേണമെന്ന് പറഞ്ഞു. സ്യൂട്ട് വേണമെന്ന് ചോദിച്ചപ്പോൾ സ്യൂട്ട് എന്തായാലും വേണ്ട, ഷർട്ട് വിത്ത് മുണ്ട് എങ്ങനെ എന്തായാലും ഇടുള്ളൂ. അപ്പോൾ ഷർട്ട് ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ ഷർട്ട് ഞാൻ ചെയ്തു. അവരും 2-3 ഷർട്ട് വേറെ സ്പെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തോ ഭാഗ്യം എന്ന് പറയട്ടെ, പുള്ളിക്ക് എൻ്റെ ചെയ്തത് ഇഷ്ടമായി. അതായിരുന്നു ഇട്ടത്. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. ആ മെഷർമെന്റ് ഒക്കെ അവർ അയച്ചിരുന്നു. മാത്രം എന്നെ വിളിച്ചായിരുന്നു. മാത്രം എനിക്കത് ആ സമയത്ത് ഉള്ള വേരിയേഷൻസ് ഉണ്ടല്ലോ, പറ്റാത്തവർ എത്താൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അവർ തന്നെ മെഷർമെന്റ് എടുത്ത് അവർ ചെയ്തു തന്നു. മാത്രം അതിൽ നല്ലൊരു സന്തോഷം കൂടിയാണ്, അത്രയും വലിയ സ്റ്റാർസിനൊക്കെ ചെയ്യാൻ പറ്റിയെന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്കറിയാം ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, പക്ഷെ ഒരുപാട് ദൂരം പോകാനുണ്ട്. ഇൻഡസ്ട്രിയിൽ വലിയൊരു സിഗ്നേച്ചർ കൊടുക്കുന്ന ഒരു ഫാഷൻ ഡിസൈനർ ആവാൻ മാറട്ടെ. മലയാള സിനിമയിൽ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിൽ ഉൾപ്പെടെ, ഹോളിവുഡ് സിനിമയിൽ ഉൾപ്പെടെ ഒരുപാട് ഈ പറഞ്ഞ അച്ചീവ്മെന്റ്സ് ഉണ്ടാവാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദ വാല്യുബിൾ ടൈം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ.